ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആങ്കർ ടാഗ് നമുക്കിവിടെ യൂസ് ചെയ്യാം. HTML-നകത്ത് ആങ്കർ ടാഗ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യും. ആങ്കർ ടാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഈ home.html എന്നുള്ള ഫയൽ ലോഡ് ആവും. അതാണ് ഇനി ചെയ്യാൻ പോകുന്ന ടാസ്ക്. അപ്പൊ അതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ urls.py-ൽ നമ്മൾ പാത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ പാത്തിനും ഓരോ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കും. ഓരോ യൂണീക്ക് ആയിട്ടുള്ള നെയിം സെറ്റ് ചെയ്ത് കൊടുക്കും. ആ നെയിം വെച്ചിട്ട് നമുക്ക് ആ URL-നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിലെ ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി എങ്ങനെ ജാങ്കോയിൽ ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പൊ ഞാൻ നേരെ ഇവിടെ വന്നിട്ട് ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്ത് തൽക്കാലം ഹാഷ് കൊടുത്തിട്ട് ഒരു കണ്ടന്റ് കൊടുക്കുകയാണ്. ഗോ ടു നെക്സ്റ്റ് പേജ്. ഓക്കെ കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്ത് നോക്കാം. ഞാൻ സെർവർ ആൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആങ്കർ ടാഗ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം പേജ് മാത്രമേ ലോഡ് ആകത്തുള്ളൂ. കാരണം ഞാൻ ഹാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ HTML നമ്മൾ എന്തിനാണ് വിളിച്ചത്? ഈ hrefനകത്ത് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കും. ഇന്നൊരു ഫയലാണ് ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്നൊരു സൈറ്റാണ് ലോഡ് ചെയ്യാനെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ സാധാരണ കേസിൽ നമ്മൾ സെയിം ഫോൾഡറിലാണ് നിൽക്കുന്നത്. index.html-ഉം home.html-ഉം സെയിം ഫോൾഡറിലായതുകൊണ്ട് നമ്മൾ നോർമൽ കേസിനകത്ത് home.html എന്ന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? റൺ ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് റീഫ്രഷ് ചെയ്തിട്ട് ഇവിടെ വന്നൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ജാങ്കോയിൽ എറർ കിട്ടും. സാധാരണ കേസിൽ സാധാ HTML വെച്ച് ചെയ്യുന്നെങ്കിൽ നേരെ ആ ഒരു ഫയലേ ലോഡ് ആകത്തുള്ളൂ. പക്ഷേ ജാങ്കോയിൽ ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തൊരു എറർ വരും. ആ എറർ എങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ നെയിം വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് ആ എറർ മാറ്റാൻ പറ്റും. ഈ നെയിം വേരിയബിൾ യൂസ് ചെയ്ത് ആ എറർ മാറ്റാം. അപ്പൊ ഈ നെയിം എങ്ങനെ നമുക്ക് ഈ hrefൽ യൂസ് ചെയ്യാം? അപ്പൊ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് ആണ് ആംഗുലാർ ബ്രാക്കറ്റ് 2% അതിൻ്റെ അകത്ത് URL കൊടുക്കുക. സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഏതെങ്കിലും ആയിക്കോട്ടെ. സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് ഏത് പേജ് അല്ലെങ്കിൽ ഏത് URL-ആണോ ലോഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഏത് പേജാണ് റെൻഡർ ചെയ്യാനുള്ളത് അതിന്റെ നെയിം കൊടുത്താൽ മതി. എനിക്കിപ്പോൾ home.html ആണ് മീൻസ് ലോഡ് ചെയ്യാനുള്ളതെങ്കിൽ ഈ home.html ഏത് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെന്ന് നോക്കണം. വെൽക്കം. ഈ വെൽക്കം എന്നുള്ള ഫംഗ്ഷൻ ഏത് URL-ലാണ് വിളിക്കുന്നത് നോക്കണം. ന്യൂ പേജ് സ്ലാഷ് അതിന്റെ നെയിം നോക്കണം. ഹോം. അപ്പൊ ഇങ്ങനെയാണ് എടുക്കുന്നത്. മനസ്സിലായോ? നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ home.html ആണ് ലോഡ് ചെയ്യാനുള്ളതെങ്കിൽ വ്യൂക്കകത്ത് കയറി നോക്കണം ഏത് ഫംഗ്ഷനാണ് അതിനെ റെൻഡർ ചെയ്യാൻ പറഞ്ഞത്. ആ ഒരു HTML പേജിനെ റെൻഡർ ചെയ്യാൻ പറഞ്ഞത്. ആ ഒരു ഫംഗ്ഷൻ URL ഏത് പാത്ത് യൂസ് ചെയ്യുന്നു. ആ ഒരു ഫംഗ്ഷൻ URL ഏത് പാത്ത് യൂസ് ചെയ്യുന്നു. ഈ ഒരു പാത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു യൂണീക്ക് ആയിട്ടുള്ള നെയിം കൊടുത്തിട്ടുണ്ട് ഹോം. ആ ഹോം ഈ ഒരു നെയിമാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യാനുള്ള? ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഒന്നും ഇവിടെ റീഫ്രഷ് മീൻസ് ബാക്ക് ഇറങ്ങിയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്യാം. എന്നിട്ട് ഇനി ഞാൻ ഗോ ടു ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴെ കാണാൻ പറ്റും ന്യൂ പേജ് സ്ലാഷ് എന്നും പറഞ്ഞ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ബോട്ടം ആയിട്ട് കണ്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ട ന്യൂ പേജിലോട്ട് നമ്മൾ ആ home.html എന്ന ടെംപ്ലേറ്റ് റെൻഡർ ആയി. അപ്പൊ എങ്ങനെ കൊടുക്കണമെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ എനിക്ക് തിരിച്ച് index.html ആണ് വരാനുള്ളതെങ്കിൽ തിരിച്ച് index.html ആണ് എനിക്ക് വരാനുള്ളതെങ്കിൽ നേരെ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു URL-ന് എന്ത് പേരെന്ന് നോക്കണം. അമൽ എന്നാണ്. ഇപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ഒരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യണം. ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് വിളിക്കണം. എന്നിട്ട് ആ ഒരു പേര് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഗോ ടു ഹോം. ആ പേര് കൊടുത്തത് നമുക്ക് ലോജിക്കലി ശരിയല്ലേ തൽക്കാലം. ഇനി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇൻഡെക്സ് പേജിലോട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ന്യൂ പേജിലോട്ടോ ഹോം പേജിലോട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആങ്കർ ടാഗ് യൂസ് ചെയ്ത് ഓരോ ടെംപ്ലേറ്റ് ലോഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഓരോ HTML ഫയൽ ലോഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്.